നമുക്കിന്ന് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അടിപൊളി ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 വലിയ സവാള ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. വേറെ ഏത് ഓയിൽ വെച്ചിട്ട് ചെയ്താൽ പോലും നമുക്ക് ഈ മുട്ടക്കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടാവുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പെട്ടെന്നായി കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടിക്കോളും. 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനി വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവണം. സവാള നല്ല കളറായാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും നല്ലൊരു കളറും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സവാള ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ 2 പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ സമയം കൊണ്ട് സവാള കുറച്ചുകൂടെ നല്ല കളറായി വരും. അപ്പോൾ എപ്പോഴും ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സവാളയുടെ ഒക്കെ കളർ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി, ചെറിയ വലിപ്പത്തിലുള്ള തക്കാളിയാണ്. വലുതാണെങ്കിൽ 1ന്റെ പകുതി മതി. ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് നല്ലൊരു പരുവത്തിലായി വരട്ടെ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളി ചേർത്തിട്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതാ ഇത്രയും മതിയാവും. തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാനൊരു 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. കോഴിമുട്ടയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂണിലും താഴെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും മതിയാവും. മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് മതിയാവും. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ടൊന്നും മിക്സ് ആക്കേണ്ട, നമുക്ക് ശരിക്കും ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തും മുട്ടയുടെ മസാല ആയിക്കോളും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ മസാല നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി സവാളയൊക്കെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് തൈര് കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അധികം പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മുട്ടക്കറിക്ക് ആകുമ്പോൾ പിന്നെ ഒരുപാട് പുളിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അരഞ്ഞില്ലെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഗ്രേവി കുറുകി പാകമായി വരുന്ന സമയത്ത് മുട്ട ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മുട്ടക്കറിക്ക്. ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ടക്കറിക്ക് നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുക. 2 ഏലക്ക ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെ പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയിലിട്ട്. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വേണം മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളൊക്കെ നല്ല മൂത്ത് നല്ലൊരു കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ കൂടെ നന്നായിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തിളച്ച വെള്ളമാണ്. നല്ല തിളച്ച 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയാണിത്. ഇപ്പോൾ കൂടുതൽ ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ടേസ്റ്റ് എപ്പോഴും നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി തന്നെയാണ്. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ട ഇടുമ്പോൾ മേത്തേക്ക് തെറിക്കാതെ ശ്രദ്ധിച്ചിടുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിന് തിളച്ച് കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ ചെറിയ തീയിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല കളറായിട്ടുണ്ട് നമ്മുടെ കറി. നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. അതേ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചും കൂടെ നല്ല കുറുകി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ മുട്ടക്കറിയുടെ ഒരു പാകം. ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവ് നിങ്ങൾക്ക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കെല്ലാം പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഉപ്പ്, പുളി, എരിവെല്ലാം പെർഫെക്റ്റാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്ത് നിന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.